വനിതാ സംവരണ ബില്ല് തെരഞ്ഞെടുപ്പ് സമയത്ത് കൊണ്ടുവന്നത് രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടിയാണെന്ന് സോണിയാഗാന്ധി. സർവകക്ഷി യോഗം വിളിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടും പ്രധാനമന്ത്രി നിരസിച്ചു. ജാതി സെൻസസ് വൈകിപ്പിക്കുക എന്നതാണ് പ്രധാനമന്ത്രിയുടെ ലക്ഷ്യമെന്നും ദ ഹിന്ദുവിൽ എഴുതിയ ലേഖനത്തിൽ സോണിയാഗാന്ധി വിമർശിച്ചു. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും. തൗഫീഖ്, എന്താണ് സോണിയ പറയുന്നത്? അജിംസി, വനിതാ സംവരണ ബില്ല് 16-ാം തീയതി മുതൽ 18-ാം തീയതി വരെ പാർലമെന്റ് പരിഗണിക്കുകയാണ്, ചർച്ചക്കെടുക്കുകയാണ്. അതിനിടയിലാണ് സോണിയാഗാന്ധിയുടെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രതികരണം ഈ ബില്ലുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് ബില്ല് കൊണ്ടുവരുന്നത് രാഷ്ട്രീയ നേട്ടത്തിനാണെന്നാണ് ദ ഹിന്ദുവിൽ എഴുതിയ ലേഖനത്തിൽ ഇപ്പോൾ സോണിയാഗാന്ധി വിമർശിക്കുന്നത്. വനിതാ സംവരണമല്ല മണ്ഡല പുനർനിർണയമാണ് പ്രശ്നമെന്നാണ് സോണിയാഗാന്ധി ഇതിലൂടെ ആവർത്തിക്കുന്നത്. സർവകക്ഷി യോഗം വിളിക്കണമെന്ന് പ്രതിപക്ഷം പലതവണ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണ്. കാരണം ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ചില വ്യക്തതകൾ ഇനിയും വരേണ്ടതുണ്ട്. എന്നാൽ അത് വ്യക്തതകൾ വരുത്താതെയാണ് കേന്ദ്ര സർക്കാർ ഈ ബില്ലിന്മേൽ ചർച്ച നടത്താനായിട്ട് ഇപ്പോൾ പോകുന്നത്. കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു മന്ത്രിസഭാ യോഗം ഈ കരട് ബില്ലിന് അംഗീകാരം നൽകിയത്. ആ കരട് ബില്ലിന് അംഗീകാരം നൽകിയിട്ടും ഇതുവരെയും ആ കരട് ബില്ല് എംപിമാർക്ക് ഇതുവരെയും കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല. ഇത് പലതരത്തിലുള്ള ദുരൂഹതകൾ വർദ്ധിപ്പിക്കുന്നുണ്ടെന്ന് നേരത്തെ തന്നെ പ്രതിപക്ഷ എംപിമാർ ആരോപിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് സോണിയാഗാന്ധിയും ഇത്തരമൊരു കാര്യം ഇപ്പോൾ പറയുന്നത്. ഈ കൃത്യമായി എംപിമാർക്ക് നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ബില്ലുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളോ ഇതുവരെയും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടില്ല. അത് എത്രയും വേഗം അത് കേന്ദ്ര സർക്കാർ ബില്ലിന്റെ കരട് എംപിമാർക്ക് നൽകണമെന്ന് കൂടി സോണിയ ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം ഈ ബംഗാൾ തെരഞ്ഞെടുപ്പിന് ശേഷം ആ സർവകക്ഷി യോഗം വിളിക്കണമെന്നുള്ള ഒരു ആവശ്യം കൂടി ഇപ്പോൾ സോണിയാഗാന്ധി മുന്നോട്ട് വെക്കുന്നുണ്ട്. 2021 നടക്കേണ്ട സെൻസസ് മനഃപൂർവ്വം വൈകിപ്പിക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്. സെൻസസ് വൈകിപ്പിക്കുന്നത് കോടിക്കണക്കിന് ആളുകളുടെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്താനായിട്ട് ഇടവരും. ജാതി സെൻസസ് വൈകിപ്പിക്കുക എന്നതാണ് പ്രധാനമന്ത്രിയുടെ ലക്ഷ്യം എന്നുകൂടി ഒരു വിമർശനം കൂടി സോണിയാഗാന്ധിയുടെ ഭാഗത്തുകൊണ്ട് ഈ ലേഖനത്തിൽ ഉണ്ടായിട്ടുണ്ട്. ശരി.